പ്രാർത്ഥന ഒരു ആയുധമാണ് പ്രിയപ്പെട്ടവർ. ശരിക്കും നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പിശാചിൻ്റെ കണ്ണിലെ പൊടിയാണ്. കാരണം നമ്മൾ ശരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താണ് തിരുസഭ പഠിപ്പിക്കുന്നത്? ദ സാൽവേഷൻ ഓഫ് ദ സോൾ ആൻഡ് സാൽവേഷൻ ഓഫ് ദ സോൾസ്. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും ഒരു ആത്മാവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങൾ അപേക്ഷകളോടും യാചനകളും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല. നിങ്ങൾ ചിന്തിച്ചു, നമ്മുടേക്കും പ്രാർത്ഥന പലപ്പോഴും ഒരു സ്വാർത്ഥതയോടെ, അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടണം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ മകളുടെ ജോലി, എൻ്റെ വീട്, എൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള എത്രയോ പേർക്ക് വീടുകളില്ലാത്തവരുണ്ട്, എത്രയോ പേർക്ക് ഈ ജോലി കിട്ടാത്തവരുണ്ട്. അവരേക്കൊന്ന് ചേർത്ത് വയ്ക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവം ക്ഷണിക്കുക. ആത്മീയ പോരാട്ടത്തിൻ്റെ ശക്തമായ പ്രാർത്ഥന തന്നെയാണ്. പരാജയപ്പെടാതെ പ്രാർത്ഥിക്കാൻ പറ്റണം. സെയിൻറ്റ് ലൂയി മോൺഫോർട്ട് പറയാണ്, വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് പഠിപ്പിക്കുന്നൊരു കാര്യം, ജപമാല ഭക്തിയോടെ ചെല്ലുന്നവൻ പരിശുദ്ധ അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ജപമാല ഭക്തിയോടെ ചെല്ലുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടൊരു ജപമാല വേണം. നമ്മുടേക്കും പ്രശ്നം എന്താണെന്നറിയോ? കളറ് മാറുന്നതിനനുസരിച്ച് ജപമാലയുടെയും കളറ് മാറും. വെള്ള ഡ്രസ്സ് ഇട്ടാൽ വെള്ള ജപമാല, നീലയാണെങ്കിൽ നീല ജപമാല. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരു ജപമാല ഇന്നും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആയുധമില്ല. ഞാൻ ഒരിക്കൽ ഈ എക്സോസറായ ഒരു അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയാ, അച്ഛാ, എപ്പോഴും ജപമാല മാറ്റരുത്. ഒരേ ജപമാല നൂല് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പി പൊട്ടുമ്പോൾ അത് പിന്നെയും കൂട്ടിക്കെട്ടാൻ നോക്കുക, അല്ലെങ്കിൽ പുതിയ നൂലിട്ട് കെട്ടുക. ഈ മണികൾ മാറരുത്. കാരണം 53 പ്രാവശ്യം ചെല്ലുന്ന ഈ ജപം ഈ ആയുധത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അദ്ദേഹം ഉദാഹരണം പറയാണ്, ഒരു വീട്ടിൽ ഒരു അമ്മ ഉപയോഗിക്കുന്ന കത്തി അത് ആർക്കും കൊടുക്കില്ല. കാരണം എന്താ? അതിൻ്റെ മൂർച്ച പോകും. ഇതുപോലെ ഒരു ജപമാല ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ജപമാല പിശാചിനെതിരെയുള്ള ഭയങ്കര ആയുധമാണ്. അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ പിശാച് ഓടുന്നതായിട്ട് ആ വ്യക്തിക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വിശുദ്ധരുപയോഗിച്ച ജപമാലകൾ എന്നും ഒരു തിരിശേഷിപ്പുകളാണ്. എന്താ കാരണം? അവരെന്നും ഒരേ ജപമാലയാണ്. അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ്റെ പേരിൽ 10 ജപമാലയില്ല. നമ്മൾ തിരിച്ചറിയണേ, ഈ വിശുദ്ധരുപയോഗിച്ച മാർഗങ്ങൾ നമുക്കും വേണം. മൂന്നാമത്തത്, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. വെള്ളം ചേർത്ത് പോലെ നിൽക്കരുത്. ഇന്നലെ കേട്ടതുപോലെ തന്നെ വചനത്തിൽ ഒരു അടിയുറപ്പുള്ള ജീവിതങ്ങളാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളൊരു വചനത്തിൽ ഉറച്ചു നിന്നാൽ ആ വചനം നമ്മുടെ സന്ധിബന്ധങ്ങളിൽ കയറി സൗഖ്യങ്ങൾ, വിടുതലുകൾ തരാനായിട്ട് കൃപയുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സെയിൻറ്റ് ജെറോം, അനേകം ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രജ്ഞൻ, ബൈബിള് ശക്തമായിട്ട് ദൈവവചനത്തെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജെറോം. ജെറോം പറയുക, തിരുവെഴുത്തിനെ അറിയാതിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതിന് തുല്യമാണ്. ആരെങ്കിലും വചനം അറിയാത്ത വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തി യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല, യേശുവിനെ ആ വ്യക്തി പ്രേമിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പ്രേമലേഖനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേമ വിഷയമാകുമ്പോൾ നീ ഒരു തീപ്പന്തമാകും. പ്രിയപ്പെട്ടവരെ, മാതാവിനെപ്പോലെ മാതാവിൻ്റെ മരിയ ഭക്തരായ നമ്മൾ ഈ ഒരു തീപ്പന്തങ്ങളായിട്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകണം. പ്രിയപ്പെട്ടവർ, 4-ാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിക്കണം. മാതാവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഒരിക്കലും എൻ്റെ സെമിനാർ ജീവിതത്തിൽ എൻ്റെ സീനിയറായി പഠിച്ച ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ ഒത്തിരി ജപമാലയും ചെല്ലാറില്ല. അച്ഛൻ എന്നും വെന്തിക ധരിക്കുമായിരുന്നു. പിന്നെ എന്നും അച്ഛന് സ്വന്തമായിട്ടൊരു ജപമാല ഉണ്ടായിരുന്നു. അങ്ങനെ ചമ്മാച്ചനായിരിക്കുന്ന കാലത്ത് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പുലർച്ചെ ഒരു 4:30 സമയത്ത് ഉഴിച്ചിൽ പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിനുവേണ്ടി പോകാൻ അദ്ദേഹം ബൈക്ക് എടുത്തു പോയി.
ഉറക്കക്ഷീണം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആൾ വണ്ടിയിൽ വെച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ വണ്ടി മറിഞ്ഞു വീണു. 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ICUവിൽ വെച്ചാണ് കണ്ണു തുറക്കുന്നത്. വളരെ സിവിയറായൊരു അപകടമായിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ബോധം വരുമ്പോൾ ഈ സിസ്റ്റർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നേഴ്സ് ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോഴാണ് ഈ കയ്യിൽ ഈ ജപമാല എന്നും ചുരുട്ടി പിടിക്കുമെന്ന് ചോദിച്ചു. അച്ഛൻ ബോധമില്ലാതെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ജപമാലയൊന്ന് കയ്യിൽ നിന്ന് എടുക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഇല്ലല്ലോ, എൻ്റെ പോക്കറ്റിലായിരുന്നു ആ ജപമാല, ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു, കഴുത്തിൽ ബെന്തിങ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല. ഒരിക്കലും ഒരു മരിയൻ പ്രസംഗം പറയുമ്പോൾ അച്ഛനിത് പറഞ്ഞ് കരയാണ്. ഞാൻ വിശ്വാസത്തോടെ ചെല്ലണമെന്ന് എൻ്റെ അമ്മ എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ അമ്മയെ ഓർക്കാത്തപ്പോഴും അമ്മ എന്നെ ഓർത്തു. അതുകൊണ്ടല്ലേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ജപമാല കഴുത്തിലണിയുമ്പോൾ ഇതൊരു ആഭരണവും കയ്യിലെടുക്കുമ്പോൾ ഇതൊരു ആയുധവുമാണ്. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. വിശുദ്ധനായ മാക്സ്മില്യൻ കോൾബം പറയാം, മറിയത്തിൻ്റെ കൈകളിൽ സ്വയം സമർപ്പിക്കുന്ന ആത്മാവിനെ സാത്താന് ഭയമാണ്. ഈ 33 ദിവസം കഴിഞ്ഞ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തെ പിശാചിന് ഭയമാണെന്ന്. അങ്ങനെ ഒരു പ്രതിഷ്ഠയ്ക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈ സഭയിൽ അനേകം മാർപ്പാപ്പമാർ ചെയ്ത ഈ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ മാതാവിൻ്റെ നീല കാപ്പ കൊണ്ട് പൊതിയാൻ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഒരുങ്ങണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കണം, നിത്യജീവൻ നേടണമെന്ന് ആഗ്രഹിക്കണം. പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്ന എല്ലാ ആയുധങ്ങളും എടുക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ കാര്യം, വിശുദ്ധ ജീവിതത്തിനായി സ്ഥിരമായി പരിശ്രമിക്കണം. അതുകൊണ്ട് ഇത് കുറച്ച് പേരുടെ മാത്രം കുത്തകയല്ല ഈ വിശുദ്ധ ജീവിതം. ചിലരോടൊക്കെ ഇങ്ങനെ ചോദിക്കും, ചേച്ചി വിശുദ്ധയാവോ? ഒരിക്കലെ ഒരു സഹോദരി എൻ്റെ മുറിയിൽ കയറി വന്നു. പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണ്ടേ? അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ചേട്ടാ ചേച്ചി ജോലി കിട്ടിയ വിശുദ്ധരാകോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിശുദ്ധരാകില്ല. പിന്നെന്തിനാ ഞാൻ പ്രാർത്ഥിക്കണേ? നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാം തരുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമല്ലേ, വിശുദ്ധരാകുക. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് കഴിയുന്നില്ല? പ്രിയപ്പെട്ടവരെ, 1991 ജനിച്ച ഒരു കൊച്ചു പയ്യൻ കാർലോ അക്വിറ്റസ് യുവജനങ്ങൾക്ക് മാതൃകയായ ഒരു വിശുദ്ധനായി. 1986 ജനിച്ചിട്ട് 4 വർഷം കഴിഞ്ഞ് ഈ ഭൂമി ജനിച്ച ആ കൊച്ചു പയ്യന് വിശുദ്ധനാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോട് തന്നെ ചോദിക്കും, നിനക്ക് ഈ സഭാവസ്ത്രം ധരിച്ചിട്ട് ഒരു വിശുദ്ധനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ബലിയർപ്പിക്കുമ്പോഴും അത് വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ബലിയർപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ഒത്തിരി ജപമാല ചെല്ലുമ്പോഴും അത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെല്ലുന്നത്? നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോഴും ഒറ്റ ഇൻറ്റൻഷനുള്ളൂ, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് വിശുദ്ധരാകണം. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയ അനേകർ വിശുദ്ധരായിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് കാർലോ അക്വിറ്റസ്. കുട്ടിക്കാലത്ത് തന്നെ ഈ പ്രതിഷ്ഠ നടത്തിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾ ജീവചരിത്രങ്ങൾ എടുക്കുമ്പോൾ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതിഷ്ഠ അനേകരെ മരിയ ഭക്തിയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകാൻ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കൃപ കിട്ടുക. 1 പത്രോസ് 1-15-16 തിരുവചനം, നിങ്ങൾ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം. എല്ലാ പ്രവൃത്തികളിലും, കുടുംബജീവിതത്തിലായിരിക്കാം, പൗരോഹിത്യത്തിലായിരിക്കാം, സന്യാസത്തിലായിരിക്കാം, കോളേജ് പഠന കാലഘട്ടങ്ങളിലായിരിക്കാം, വിദ്യാർത്ഥികളായിരിക്കാം, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ പരിശുദ്ധിക്ക് തുല്യമായതായിരിക്കണം. ഒരിക്കൽ ഡോംബോസ്കോയോട് കളിക്കുന്ന സ്ഥലത്ത് വെച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഡോംബോസ്കോ, നീ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ നീ എന്തു ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ട് മരിക്കും. കാരണം എൻ്റെ കളി പരിശുദ്ധിക്ക് തുല്യമായ ഒരു കളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും, ഏത് അവസ്ഥയിലും, ഏത് ജീവിത മാർഗത്തിലും നമുക്ക് വിളിക്കപ്പെട്ടത് പരിശുദ്ധിയിലേക്കാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഈ പരിശുദ്ധി എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആത്മീയ പോരാട്ടത്തിൻ്റെ അന്തിമ ലക്ഷ്യം വിശുദ്ധനാകുക എന്നുള്ളതാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കളുടെ അന്തിമ ലക്ഷ്യം കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ സ്വർഗത്തെ നോക്കി ജീവിക്കുന്നവരാകണം. അതിന് നമ്മൾ ഭയക്കേണ്ട പ്രിയപ്പെട്ടവരെ.
നീയും ഞാനും ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകും.